നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ജൂൺ മാസം 23 മുതൽ 29 വരെ തൊഴിൽ മേഖലയിലും വ്യക്തിജീവിതത്തിലും ഓരോ കൂറുകാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക എന്നറിയാൻ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അശ്വതി, ഭരണി, കാർത്തികകാൽ ഇവ ചേർന്ന മേടക്കൂറ് ആഴ്ചയുടെ തുടക്കത്തിൽ അലസരമായി കാണപ്പെടാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും പുരോഗതി ഉണ്ടാകാൻ താമസം നേരിടും. പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവർ സ്ഥിര വിവരക്കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രധാന നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് പ്രിയപ്പെട്ടവരോട് കൂടി സംസാരിക്കുന്നത് നന്നായിരിക്കും. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ സ്ഥിര വരുമാനക്കാരായവർ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കാൻ സാധിക്കുന്നത് വലിയ ആശ്വാസമാകും. ജോലിക്കാരായ സ്ത്രീകൾക്ക് ജോലിസ്ഥലവും വീട്ടുകാര്യവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. പ്രണയ ജീവിതത്തിൽ നന്നായി ആലോചിച്ച് മാത്രം മുൻപോട്ട് പോകുക. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറ് ഈ ആഴ്ച മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ എതിരാളികൾ ജോലിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇടവരും. ഇത്തരമൊരു സാഹചര്യത്തിൽ ജോലിയിൽ ചില കാര്യങ്ങളുടെ രഹസ്യാത്മകത സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. മുതിർന്ന വ്യക്തികളോട് മാന്യമായി പെരുമാറാൻ ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരോട് സൗഹൃദപരമായ പെരുമാറ്റം നിലനിർത്തുക. ജോലിയിൽ അശ്രദ്ധ കാണിച്ചാൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം നീക്കിവെക്കേണ്ടതായി വരും. വസ്തു സംബന്ധമായ ഇടപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ബിസിനസ്സിലും ലാഭം നേടാൻ സാധ്യതയുണ്ട്. അവിവാഹിതരായവർക്ക് വിവാഹത്തിന് തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഇവ ചേർന്ന മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായ ആഴ്ചയാണ്. ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടും. സ്ഥിര വരുമാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും. വരുമാനം മെച്ചപ്പെടുത്താനുള്ള പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തുകയും ചെയ്യും. തീരാതെ കിടക്കുന്ന പല ജോലികളും പൂർത്തിയാക്കാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ആഗ്രഹിച്ച ലാഭം ലഭിക്കും. അവിവാഹിതരുടെ വിവാഹം ഉറപ്പിക്കുവാനും സാധ്യതയുണ്ട്. പ്രണയ ജീവിതത്തിൽ തീവ്രത അനുഭവപ്പെടും. പുണർത്തം അവസാന കാൽഭാഗം, പൂയം, ആയില്യം ഇവ ചേർന്ന കർക്കിടകക്കൂറ് കർക്കിടകക്കൂറുകാരെ ഐശ്വര്യവും ഭാഗ്യവും തുണക്കുന്ന വാരമാണ്. മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ പരിഹരിക്കപ്പെടും. മുമ്പെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കും. നിങ്ങളുടെ തൊഴിലിൽ സ്ഥിര വരുമാനക്കാരായവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും പുരോഗതി കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഭാവിയിൽ ലാഭം നേടാൻ സഹായിക്കുന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കും. അവിവാഹിതർക്ക് മനസ്സിന് ചേർന്ന ആലോചന വരാൻ സാധ്യതയുണ്ട്. വീട്ടിൽ ചില ശുഭകാര്യങ്ങൾ നടക്കും. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമം ആരംഭിക്കും. പ്രണയ ജീവിതം സന്തോഷകരമായി തുടരും. ദാമ്പത്യം സന്തോഷകരമായിരിക്കും. മകം, പൂരം, ഉത്രത്തിൽ കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറ് മറ്റുള്ളവരുടെ ജോലിയിലോ വ്യക്തിപരമായ കാര്യങ്ങളിലോ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കണം. അല്ലെങ്കിൽ പിന്നീട് ഇതുമൂലം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരും. നേരത്തെ ആസൂത്രണം ചെയ്ത കാര്യങ്ങളെല്ലാം
കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കും. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ആദ്യ പകുതിയേക്കാൾ മികച്ചതായിരിക്കും. ജോലികൾ കൂടുതൽ എളുപ്പമാകും. പങ്കാളിത്ത ബിസിനസ് നടത്തുന്നവർക്ക് നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. പ്രണയബന്ധം കൂടുതൽ തീവ്രമാകും. പങ്കാളിയോടൊപ്പം ദീർഘദൂര യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഉത്തരത്തിൽ മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറ്. കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായും അത്ര നല്ല ബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നിരുന്നാലും ഈ സാഹചര്യം അധികനാൾ നീണ്ടു നിൽക്കില്ല. തെറ്റിദ്ധാരണകൾക്ക് ശേഷം ഏവരുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബുധനാഴ്ച മുതൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. ബിസിനസ്സിലെ നിങ്ങളുടെ പുതിയ പദ്ധതികൾ മികച്ച ഫലം നൽകും. പഴയ നഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നതാണ്. യുവതലമുറ കൂടുതൽ സമയവും വിനോദ കാര്യങ്ങളിൽ ഏർപ്പെടും. പ്രണയ ജീവിതം നയിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കുമെങ്കിലും ഇണയുടെ ആരോഗ്യം മൂലം ആശങ്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഇവ ചേർന്ന തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച ഒറ്റപ്പെടൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഉചിത സമയത്ത് ശരിയായ തീരുമാനം കൈക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ചില ജോലികളിൽ ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരമൊരു മോശം സാഹചര്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ അല്പം കൂടി സമയമെടുത്ത് ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ചെറിയ ചില കാര്യങ്ങൾ അവഗണിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ജീവിത പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക. പ്രണയ ജീവിതത്തിൽ ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോകുക. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറ്. മനസ്സ് നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല. ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വന്നേക്കാം. ആശയക്കുഴപ്പം തോന്നുന്ന അവസരങ്ങളിൽ പ്രിയപ്പെട്ടവരുടെയോ സഹപ്രവർത്തകരുടെയോ അഭിപ്രായം തേടാൻ മടിക്കരുത്. ജോലിക്കാർക്ക് പെട്ടെന്ന് സ്ഥലം മാറ്റമോ ചില അധിക ഉത്തരവാദിത്തമോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏത് അധിക ചുമതലയും മികച്ച രീതിയിൽ നിറവേറ്റാൻ ശ്രദ്ധിക്കുക. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ മനസ്സ് മതസാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. കുടുംബത്തോടൊപ്പം മതപരമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും. ബിസിനസ് ചെയ്യുന്നവർക്ക് ആഴ്ചയുടെ അവസാന ഭാഗം മികച്ചതായിരിക്കും. പ്രണയം, ദാമ്പത്യ ജീവിതം സാധാരണയായി മുന്നോട്ടു പോകും. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാൽ ഇവ ചേർന്ന ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് ഈ ആഴ്ച പുതിയ തൊഴിലവസരങ്ങൾ ലഭിച്ചേക്കാം. സമർപ്പണത്തോടുള്ള പ്രവർത്തനം ശുഭഫലങ്ങൾ കൊണ്ടുവരും. ബിസിനസ്സിൽ നിന്ന് ആഗ്രഹിച്ച ലാഭം നേടുവാനും സാധിക്കും. പ്രിയപ്പെട്ട ഒരാളെ അവിചാരിതമായി കണ്ടുമുട്ടുന്നത് സന്തോഷം നൽകും. പ്രണയബന്ധം കൂടുതൽ ദൃഢമാകും. മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ സമയമാണ്. ഒരു സ്ത്രീ സുഹൃത്ത് മൂലം ഗുണം ഉണ്ടാകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോകും. ഉത്തരത്തിൽ മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറ്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് ഉണ്ടാകും. ആഡംബര കാര്യങ്ങൾക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കുമായി ധാരാളം പണച്ചിലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും വലിയ ചുവടുവയ്പ് നടത്തുന്നതിന് മുൻപ് ശ്രദ്ധാപൂർവം ചിന്തിക്കുക. ജോലിക്കാർ മേലുദ്യോഗസ്ഥരുടെ നല്ല ബന്ധം സൂക്ഷിക്കേണ്ടതുണ്ട്. ബിസിനസ്സിൽ വലിയ ഇടപാടുകൾ
നടത്തുന്നതിന് മുൻപ് ഈ മേഖലയിൽ അറിവുള്ളവരുടെ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും. തമാശകൾ സൂക്ഷിച്ചു പറയാൻ നോക്കുക. നിങ്ങളുടെ തമാശ മറ്റുള്ളവരെ ഒരുപക്ഷെ വേദനിപ്പിക്കാം. പ്രണയ പങ്കാളിയോട് സത്യസന്ധത പുലർത്തണം. ദാമ്പത്യ ജീവിതം സന്തോഷകരമാവാൻ പങ്കാളിയെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ ഉണ്ടാവണം. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഇവ ചേർന്ന് കുംഭക്കൂര്. എതിരാളികളുടെ നീക്കത്തിൽ ശ്രദ്ധ വേണം. ജോലിസ്ഥലത്തും എതിരാളികൾ നിങ്ങളുടെ പദ്ധതികളെ തടസ്സപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്ന് യഥാസമയം പിന്തുണ ലഭിക്കാത്തതിനാൽ അല്പം വിഷമകരമായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ജോലികൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതിന് സാധ്യതയുണ്ട്. സ്വത്ത്, വസ്തു എന്നിവ സംബന്ധിച്ച് നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ബിസിനസ് രംഗത്ത് എതിരാളികളിൽ നിന്ന് നിങ്ങൾക്ക് കടുത്ത വെല്ലുവിളികൾക്ക് സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് ദീർഘദൂരയാത്ര വേണ്ടി വന്നേക്കാം. യാത്രാ സമയത്ത് നിങ്ങളുടെ വസ്തുക്കൾ സൂക്ഷിക്കുക. പ്രണയ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയോടെ പരിഹരിക്കാൻ ശ്രമിക്കുക. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഇവ ചേർന്ന മീനക്കൂറ്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് ഉണ്ടാകും. ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച ലാഭം നേടും. അധിക വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തും. ചില ജോലികളിൽ ആശയക്കുഴപ്പം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബുധനാഴ്ച മുതൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകും. നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ പേരും നക്ഷത്രവും ചേർത്ത് ചുരുങ്ങിയ വാക്കുകളിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമയം പോലെ കുറിച്ചെടുത്ത് എൻ്റെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.